എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. ആരും സ്കിപ്പ് ചെയ്യരുത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ പകുതി പേര് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ പകുതി മുക്കാൽ ആൾക്കാരും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതുകൊണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ, എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടൂ. എന്നാൽ പിന്നെ നോക്കി വീഡിയോയിലേക്ക് പോവാം. സബ്സ്ക്രൈബ് ചെയ്താണല്ലേ എൻ്റെ ഈ വീഡിയോ വാങ്ങിക്കും. അപ്പം വീഡിയോയിലേക്ക് എനിക്കെന്താ അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ലേ? ഇവിടെ വിളിക്കണ്ടെന്ന് ആര് പറഞ്ഞു? നീ വിളിച്ചോ, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ ദൈവമേ, ഈ കുഞ്ഞാടിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാനൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് ഒരുങ്ങി ഫ്രഷ് ആയിട്ട് താഴോട്ട് പെട്ടെന്ന് വന്നാണ് അവിടെ കൈക്കെടുത്ത് വെച്ചേക്കുന്നത്. പെട്ടെന്ന് വന്നല്ലേ ഞാൻ തിരിച്ചിങ്ങോട്ട് വരും. പറഞ്ഞില്ല വേണ്ട. ഓക്കെ മാഡം, ഞാൻ പോവാ. ഇങ്ങോട്ട് വിളിച്ചു വരുത്തരുതിനി. ആണ്ടി ചെന്നി, നീ ഒരുങ്ങിയോ? ലാവിയും കൂടെ വിളിച്ചോട് താഴ്ത്തു, അവളോട് കാര്യം പറയാനുണ്ട്. ലാവി, നിനക്ക് ഞങ്ങളെ സ്കൂളിൽ അഡ്മിഷൻ ഇന്നലെ പോയി ഇട്ടായിരുന്നേ, ജെന്നിയുടെ സ്കൂളിൽ തന്നെ. അപ്പം നീ ഇപ്പൊ പോയി ഒരുങ്ങിയിട്ട് വാ, നിന്നെ സ്കൂളിലാക്കാം. നിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാക്കാം. മതി പോയി ഒരുങ്ങ്. ജെനി ഒരുങ്ങി നിൽക്കുമല്ലേ, നീ കുളിച്ചൊരുങ്ങി കളർ ഇട്ടാൽ മതി. നീ ഇപ്പൊ ജോയിൻ ആയതേ ഉള്ളല്ലോ, അതുകൊണ്ട് പിന്നെ നമുക്ക് യൂണിഫോം തയ്ച്ചെടുക്കാം. പോയി ഒരുങ്ങി പെട്ടെന്ന് വാ, സമയമാവുന്നു. ഇത്ര പെട്ടെന്ന് റെഡിയായോ? എന്നാ വാ. ജെന്നി, നീ ഇവിടെ കൊണ്ടുപോയി ക്ലാസ് കാണിക്ക്. നിനക്ക് അറിയാമല്ലോ അല്ലേ, ഇനി ഞാൻ വൈകിട്ട് വരത്തുള്ളേ. എനിക്കതറിയാം, ഞാൻ കൊണ്ടുപോയിക്കോളാം. ടാറ്റാ, വൈകിട്ട് കാണാവേ. ടാറ്റാടാ. വാ, നമുക്ക് ക്ലാസ്സിൽ പോകണ്ടേ? പോവാ. ഇതാണ് നിന്റെ ക്ലാസ് കേട്ടോ. എന്നാ ഞാൻ പോവാണേ, സമയമായി, ബെല്ലടിച്ചു. ഞാൻ പോവാ. ടാറ്റാ. ചേച്ചി, ബ്രേക്കിന് കാണാം. ബ്രേക്കിന് ഞാൻ വരാം കേട്ടോ. ന്യൂ അഡ്മിഷൻ ആണോ? അതെ. ഇവിടെ ഇരുന്നു, ഇവിടെ ആരുമില്ല. തന്റെ പേരെന്താണോ? എന്റെ പേര് ലാവിഷ്ക ജോർജ്. നല്ല പേരാണല്ലോ, ലാവിഷ്ക. താങ്ക് യു. തന്റെ പേരോ? എന്റെ പേര് ലീ മിൻഹോ. അത് നല്ലൊരു പേരാണല്ലോ. Thank you. Can we be friends? Yeah, sure, man. ലാവിഷ്ക, നീ എങ്ങനെ പോന്നേ? ചേട്ടൻ വിളിക്കാൻ വരും. അപ്പൊ നീയോ? ഒന്നെങ്കിൽ പപ്പ വരും, ഇല്ലെങ്കിൽ അമ്മ വരും. എന്നാ നമുക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് താഴെ പോവാം. വാ. എന്നാ വാ.
രാവിലെ നീ വന്നോ? സോറി, ഞാൻ ലഞ്ചിന് വരാൻ മറന്നുപോയി. ഞാൻ അവിടെ ഇരുന്ന് ഒരുപാട് നോട്ടൊക്കെ എഴുതാറുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഓ, അത് കുഴപ്പമില്ല ചേച്ചി, എനിക്ക് പുതിയ ഫ്രണ്ടിനെ കിട്ടിയതാണ്ടേ. ഹായ് ചേച്ചി. ഹായ്, എന്റെ പേര് മിൻഹോ. ഓ, നൈസ് ടു മീറ്റ് യു. ലാവി, നിന്നെ ഞാൻ എന്റെ കൂട്ടുകാരെ പരിചയപ്പെടുത്തട്ടെ. ആ, കാണിച്ചോ, എവിടാ? രണ്ടുപേരും ഇങ്ങ് പോന്നേ. എന്നാടി? ആ, ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ അനിയത്തി. ഓ, ലാവി അല്ലേ? നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു ചേച്ചി. ആ, ലാവി, ഇതാണ് എന്റെ കൂട്ടുകാരി, ഇവളുടെ പേര് ലിസിയ. ഓ, നല്ല പേര്, താങ്ക് യു. ആ, അമ്മ ഞങ്ങൾ പോവാണ്, അതാണ്ട് വിളിക്കാൻ വന്നു. വാ ലാവി, നമുക്ക് പോവാം. ആ, വരുവാ. ടാറ്റാ ചേച്ചി, ടാറ്റാ. ബൈ. നാളെ കാണാവേടി. ഓക്കേടാ, ബൈ. ഇത് എത്ര മണിക്കൂറായി? ഇവളുമാരൊന്നും ഇതുവരെ വരാത്തെ. ആ, അതാണ്ടാ വരുന്നു രണ്ടും. ഇവരുടെ ആർക്കായി ടാറ്റ കൊടുക്കുന്നെ? ഏതാവൻ അവിടെ നിക്കുന്നേ? നീ ഇപ്പൊ സംസാരിച്ചോണ്ടിരുന്ന ചെറുക്കനേതാ? ആ, അതെന്റെ പുതിയ കൂട്ടുകാരനാ. നിനക്ക് കൂട്ടുകാരനെ കിട്ടിയുള്ള, കൂട്ടുകാരിയെ കിട്ടിയില്ലേ? പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. വണ്ടി സ്റ്റാർട്ടാക്കി വീട്ടിൽ പോണ്ടേ? രാമേ, ഞാൻ തിരിച്ച് UK പോവാണ്. അച്ഛൻ വിളിച്ചായിരുന്നു. അയ്യോ, നീ തിരിച്ചു പോവാണോ ഇത്രയും പെട്ടെന്ന്? ആ, അവിടെ എന്തോ ഇമ്പോർട്ടന്റ് മീറ്റിംഗ് അങ്ങോട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോ ഇവിടുത്തെ പണിയും കഴിഞ്ഞ്. ആണോ? അപ്പൊ എപ്പോഴാ പോന്നെ? ഇന്ന് രാത്രി പോണം. ആണോ? എന്നാ ജെനിയും ലാവിയും സ്കൂൾ കഴിഞ്ഞ് വരട്ടെ, എന്നിട്ട് ഒരുമിച്ച് അങ്ങ് പോവാം. അല്ലെങ്കിൽ ഇനിയിപ്പോ ജെനി ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കും. അവള് ബഹളം വെക്കുമെന്ന് എനിക്ക് അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ ഏറ്റെടുത്ത്. ആ, അപ്പൊ നീ എല്ലാം പാക്ക് ചെയ്ത് വെച്ചോ? ആ, അതൊക്കെ ഞാൻ എപ്പോഴും ശരിയാക്കി. അമ്മേ, ഞാൻ വന്നു. ഓ, ലാവി, നീ വന്നോ? ജെനി എന്തി? ആ, അവള് പുറകെ വരുന്നുണ്ട്. ഓ, എന്നാ കഴിക്കെടുക്കാം. ഇവിടെ വന്നിരി, കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. ആ, മമ്മി, നിങ്ങൾ ഫ്രഷ് ആയിട്ട് വന്നു, കഴിക്കേട്. ആ, അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്ക്. ഓക്കേ. നിങ്ങളോട് രണ്ടുപേരോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇന്ന് നൈറ്റ് തന്നെ തിരിച്ച് UK ഒരു 7 മണിയാകുമ്പോഴെങ്കിലും ഇവിടുന്ന് ഇറങ്ങണം. അയ്യോ, ഇത്രയും പെട്ടെന്ന് എന്തിനാ പോന്നേ? അവനിവിടെ വർക്കിന് വന്നതല്ലേ, ഇപ്പം പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, അത് കഴിഞ്ഞ്. അതുകൊണ്ട് ഇനി തിരിച്ച് അങ്ങോട്ട് ചെല്ലാൻ അവൻ്റെ അപ്പ വിളിച്ചു പറഞ്ഞു. അയ്യോ, അപ്പൊ തേനേട്ടൻ പോവാണോ? അതേടാ. അപ്പൊ ഇനിയിപ്പം മുങ്ങിക്കഴിഞ്ഞ് ഇനി എപ്പോ പൊങ്ങാനവൻ? ആ, അത് ദൈവത്തിന് പോലും അറിയില്ല. ബാ, എല്ലാരും ഇറങ്ങ, 7 മണിയാവാറായി, പെട്ടെന്ന് വാ. ഞാൻ കാറ് സ്റ്റാർട്ടാക്കി ഇടാം, പെട്ടെന്ന് ലഗേജ് എല്ലാം എടുത്തോണ്ട് വാ. ഓടാ, ചെറുക്ക വരുന്ന്. ആ, എല്ലാരും കയറിയല്ലോ അല്ലേ? കാർ സ്റ്റാർട്ട് ചെയ്യുവാണേ. അപ്പൊ ശരി ഗൈസ്, ഞാൻ പോവാണേ, പിന്നെ എപ്പോഴേലും വരാം. എല്ലാ പ്രാവശ്യവും നീ തന്നെയല്ലേടാ പറഞ്ഞിട്ട് പോകുന്നത്, എന്നിട്ട് നീ വന്നിട്ടുണ്ടോ? ഓ, എന്റെ റിയ കുട്ടി, ഞാൻ വന്നോളാവേ. എന്നാ ശരി, സമയമാവുന്നില്ലേ, പൊക്കോ. ബായ്. എല്ലാവർക്കും ടാറ്റ. ലാവി, ടാറ്റ, പോവാണേ. എന്താടി അവക്ക് മാത്രം സ്പെഷ്യൽ ടാറ്റ? ആ, എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എല്ലാരും കേറി പോവാ. അയ്യോ അമ്മേ, മാങ്ങാണ്ടി, താൻ എവിടെ നോക്കിയാടോ വണ്ടി ഓടുന്നത്? സിഗ്നൽ ക്ലീൻ ആക്കിയത് കണ്ണണ്ടൂടെ?